എന്നിട്ട് നിങ്ങൾ ഇമാം ഖറാഫിയുടെ വാചകമെടുത്തില്ലേ, ഖറാഫി ഇമാമിന്റെ വാചകമെടുത്തില്ലേ? എന്നാൽ നിങ്ങളെ പഠിപ്പിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ നസീഹത്തുൽ ലബീബിലല്ലേ നിങ്ങൾ വായിച്ച ആ ഇബാറത്തുള്ളത്? മഹാനര എന്താ പറഞ്ഞത്? റബ്ബാണെന്ന് വാദിച്ചുകൊണ്ട് തന്നെ പിശാചിന് വരാമല്ലോ, പിന്നെ എന്തുകൊണ്ട് സ്വപ്നത്തിൽ എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? എന്നാൽ മഹാനരായ ഇമാം സുംഹൂദി ഈ കിതാബിൽ അതിന്റെ ആദ്യ ഭാഗത്ത് വിശാലമായ കാര്യങ്ങൾ ചർച്ച ചെയ്തു. ആ ചർച്ചയിൽ പല ഇബാറത്തുകളും കൊണ്ടുവന്ന് ഇതിന്റെ ഏറ്റവും അവസാനം നിലപാട് പറയുകയാണ്. ഈ പറഞ്ഞ ഹദീസിന്റെ അർത്ഥം മൻ തഅല്ലഖത് റുയാഹു, ഒരാൾ ഹബീബുമായി ബന്ധപ്പെട്ട സ്വപ്നം കാണുന്നു, സ്വപ്നത്തിൽ അവന് മനസ്സിലായി ഞാൻ കണ്ടത് എന്റെ നേതാവിനെയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി, എന്നാൽ അത് ഫഹിയ റുയ സ്വഹീഹ, അത് തീർച്ചയായും വ്യക്തമായ സ്വഹീഹായ സ്വപ്നമാണ് കേട്ടോ. ഫമതാ ഫഅല ഹാദാ മതാ വഖഅ ഫീ നഫ്സി റായി അന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എപ്പോഴെങ്കിലും കണ്ട ഒരാളുടെ മനസ്സിൽ ഇത് റസൂലാണ് എന്ന് തോന്നിയാൽ ഫഹുവ നിദാറ, അത് അവനുള്ള മുന്നറിയിപ്പാണ്. അത് അല്ലാഹുവിൽ നിന്നാണ്, റസൂലിൽ നിന്നാണ്. അതിന്റെ വ്യാഖ്യാനം അവൻ പഠിക്കണമെന്നർത്ഥം. സവാഉൻ കാന അലാ സിഫതിഹിൽ മൻഖൂല അം ലാ, അത് നമ്മൾ പഠിച്ച വിശേഷണത്തോട് കൂടെയാണെങ്കിലും അല്ലെങ്കിലും. ഇനി കേട്ടോളൂ ബാക്കി. വഖദ് കുന്തു, ഇമാം അവറുകൾ പറയുകയാണ്, ഞാനായിരുന്നു അഖംതു ദഹ്റൻ, കാലങ്ങളോളം ഞാൻ വിചാരിച്ചിരുന്നു, അന്ന ഹാദാ ഇന്നമാ യകൂനു ഫീമാ ഇദാ റഅ തിൽക സൂറത ബിഐനിഹാ, ഞാനും ഇങ്ങനത്തെ ഒരാളെ കിട്ടാനാണ് കാത്തിരുന്നത്. ഒരുപാട് കാലമായി ഖറാഫിയുടെ ഇബാറത്തും സുംഹൂദിയുടെ ഇബാറത്തും പറഞ്ഞ് നിങ്ങൾ നടക്കുന്നില്ലേ, ഇതിന്റെ അർത്ഥമെന്ന് പറ. ഒരുപാട് കാലം ഞാൻ ധരിച്ചിരുന്നു ഈ വിഷയത്തിൽ ഈ റസൂലുള്ളാഹിന്റെ മുഴുവൻ വിശേഷണങ്ങളും അറിഞ്ഞാലേ റസൂലാണെന്ന് ഉറപ്പിക്കാൻ പറ്റൂ എന്ന് ഞാനും വിചാരിച്ചിരുന്നു. വഇന്നമായ അലമു ദാലിക സ്വഹാബ, സ്വഹാബാക്കളെ ഇത് അറിയൂ, ഔ മൻ ദഫഅഹു അല്ലാഹു ലിദാലിക്, അല്ലെങ്കിൽ അത്രയും ഉന്നതരമായ പണ്ഡിതന്മാരെ അറിയൂ എന്ന് ഞാനും മനസ്സിലാക്കിയിരുന്നു. പിന്നീട് ഞാൻ തിരുത്തി, ഞാൻ വാദിച്ചു അത് ശരിയല്ല. നിങ്ങൾ ഈ പറഞ്ഞ സാധ്യത പിശാച് റബ്ബാണെന്ന് തന്നെ വാദിക്കൂലേ? ഇങ്ങനെയുള്ള മുഴുവൻ സാധ്യതകളും വരുന്നത് നേരെ കണ്ണുകൊണ്ടുള്ള കാഴ്ചയിലാണ്, യഖ്ലത്തിലാണ്. പിശാചിന് അത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുക. നമ്മുടെ ചർച്ച സ്വപ്ന ലോകത്തെ കുറിച്ചാണ്. അവിടെ ഈ രൂപത്തിലുള്ള ഒരു സംഭവം നടക്കുകയില്ലെന്ന് നസീഹത്തുൽ ലബീബിന്റെ 51-ാമത്തെ പേജിൽ ഇമാം സുംഹൂദി തന്നെ തിരുത്തി എന്ന് പറഞ്ഞിട്ട് സുംഹൂദി ഇമാം തിരുത്തിയ ആ പഴയ വാദത്തിലേക്ക് കൊണ്ടുപോയി അഹ്ലുസുന്നയുടെ ആളുകളെ റസൂല് വന്നാൽ അത് പിശാചിന്റെ ഭാഗത്ത് നിന്നാണെന്ന് ധ്വനിപ്പിക്കാനുള്ള ശ്രമമുണ്ടല്ലോ, ഞങ്ങളിവിടെ ജീവിക്കുന്ന കാലത്തോളം അനുവദിക്കുകയില്ല. ഹബീബായ തങ്ങളുടെ രൂപത്തിൽ ഒരിക്കലും പിശാചിന് വരാൻ കഴിയില്ല എന്ന് പച്ചയായി രേഖപ്പെടുത്തി ഇമാം അവറുകൾ. പിന്നെ ഖറാഫി ഇമാം നിങ്ങൾ ചോദിച്ചതിന് മറുപടി പറയണ്ടേ? ഖറാഫി ഇമാമിന്റെ കിതാബ് ഉണ്ടല്ലോ അൽ ഫുറൂഖ്, ആ അൽ ഫുറൂഖിന്റെ തർത്തീബ് എഴുതിയ ആളാണ് അല്ലാമ ബഖൂരി. അതാ തർത്തീബുൽ ഫുറൂഖിൽ ഈ ഉദ്ധരണി കൊണ്ടുവന്നുകൊണ്ട് പറയുന്നു, ഈ ഖറാഫിയുടെ വാദം അത് ലഖദ് വയ്യഖ്ത, നീ വളരെ കുടുസാക്കി കളഞ്ഞു അംറൻ വാസിയ, വിശാലമായ ഒരു കാര്യത്തെ നീ കുടുസാക്കിയിരിക്കുകയാണ്. എന്തു പണിയാണിത്? ഇതിന് ഒരു ദലീലുമില്ല, ഒരു തെളിവുമില്ല എന്ന് വളരെ കൃത്യമായി അക്കാലത്തെ പണ്ഡിതനായ ബഖൂരി തന്നെ വലിച്ചെറിഞ്ഞിട്ടുണ്ട് ആ വാചകത്തെ. അതുകൊണ്ട് ഖറാഫി ഇമാമിന്റെ പിന്തുണയില്ല, നസീഹത്തുൽ ലബീബിന്റെ പിന്തുണയില്ല, ഒരു കിതാബിന്റെയും പിന്തുണയില്ല, ഒരാളുടെയും പിന്തുണയില്ല. ഒറ്റ കാര്യം പറയാ, അഹ്ലുസുന്നയുടെ അയിമ്മത്ത് ഒറ്റക്കെട്ടാണ്. ഹബീബായ തങ്ങൾ ഏത് രൂപത്തിൽ വന്ന് ഞാൻ റസൂലാണെന്ന് പറഞ്ഞാലും കാണുന്ന സമയത്ത് അത് റസൂല് പറയുന്നതാണ് എന്ന് മനസ്സിൽ തോന്നുന്നുണ്ടോ? സംശയിക്കണ്ട, ആ വന്നത് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ സ്വപ്നം മിൻ ഖിബലില്ല, അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നാണ്, പിശാചിന്റെ ഭാഗത്ത് നിന്നല്ല. വ്യക്തം, എല്ലാവർക്കും വ്യക്തം. മടങ്ങിക്കോളൂ തൗബ ചെയ്ത്. ഒച്ചിട്ടിട്ടാണ് നിങ്ങൾ പലതും സ്ഥാപിച്ചെടുക്കല്, പലതും ഭയങ്കര ഒച്ചിട്ടിട്ട് അത് ഭയങ്കര യക്കീനാക്കിയാണ് വിടുന്ന പരിപാടി. ഞങ്ങൾക്ക് പൊതുവെയുള്ള പരിപാടി ഞങ്ങൾക്കിത്.
ഞാൻ പറയാം. ഖറാഫി ഇമാമ് പിന്നെ തിരുത്തിയെന്നില്ലേ? ഖറാഫി ഇമാമ തിരുത്തിയ സുമൂദി ഇമാമിന്റെ അഭിപ്രായമാണ്. ആ സുമൂദി ഇമാമിൻ്റെത് പറഞ്ഞതാ, ഞാൻ വായിച്ചത് ഖറാഫിന്റെ ആണ്. ഖറാഫി ഇമാമ് ഈ സുമൂദി ഖറാഫി ഇമാമിന്റെ അതല്ല പറഞ്ഞിട്ടുള്ളത്. അത് എന്നൊക്കെ നിങ്ങൾ ആ വാളക്കുളം സഖാഫി നല്ലോണം പഠിപ്പിച്ചിട്ടുണ്ട്. അതങ്ങൾ നിന്ന് കേട്ടോളി. അത് പറയരുത്. സാക്ഷാൽ വാളക്കുളത്തിന് വരെ ഇവിടെ വരാലോ, സാക്ഷാൽ പേരോടിൽ വരെ വരാം. ഞങ്ങളെ മുമ്പിൽ വന്ന് ഖറാഫിയുടെ ഇബാറത്ത് വായിക്കാൻ ഞങ്ങൾ എത്ര ദിവസം ഇത് പരസ്യം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വന്ന പോലെ വളരെ സുരക്ഷിതമായി നിങ്ങൾ ചോദിക്കുന്നില്ലേ? വാളക്കുളത്തിന് വരാലോ, സാക്ഷാൽ പേരോടിൽ വരാലോ. സാക്ഷാൽ ശൈത്താൻ വന്നാൽ പോലും മറുപടി ഞങ്ങൾ പറഞ്ഞിരിക്കും. എന്തിന് ശൈത്താൻ എന്നൊക്കെ പറയുന്നത്? ഒരു പണ്ഡിതന് ചോദിച്ചാണത്. പറഞ്ഞതല്ല. അല്ല, അങ്ങനെയാണ് ഈ മൂപ്പര പേര് പറയുന്നിടത്ത് അതല്ലേ പറയാ. ഞാൻ പറഞ്ഞത് അത് വാളക്കുളം, മറ്റേയാള്, പിന്നെ മറ്റേയാള്. അത് നിങ്ങൾ ചേർത്ത് കൊടുക്കണ്ട. വിഷയം ചോദിച്ചു. പിന്നെ മക്കളിന്ന് എല്ലാവർക്കും ചോറ് നിന്ന് എല്ലാവർക്കും തിരിയിട്ടാ അതൊക്കെ ഉണ്ടാക്കി. പിന്നെ ഈ ഒച്ചട്ട് സ്ഥാപിക്കൽ പരിപാടി ആരാണത് വിരണിച്ച എന്താ? ഖറാഫി പറഞ്ഞത് അതിന് തിരിച്ചിട്ടൊന്നുമില്ല. ഖറാഫി പറഞ്ഞെന്താ? ഇത് വളരെ ലോഹയാണ്, ഇതിൽ സംശയമില്ല, ലിയന്നോന, അങ്ങനെയാണ് ഖറാഫി അറിയുന്നത്. അത് ഖറാഫിന്റെ വാക്കല്ല, ഖറാഫിന്റെ വാക്കല്ല. അത് അല്ല, നിങ്ങൾ വഹാദ ലോഹിർ എന്നുള്ളത് ഖറാഫിന്റെ വാക്കല്ല. ഇതാ അത് കൊടുക്കി, ഇത് കൊടുക്കി, അതൊക്കെ തീരുമാനാക്കിയിട്ട് പോയാ മതി. ഇവിടെ നിങ്ങൾ ഓരോന്നും ഇങ്ങോട്ട് വരിക, എന്നിട്ട് ഖറാഫിന്റെ വാക്ക് അറിയാം. അത് ഖറാഫിന്റെ വാക്കല്ല, ഖറാഫിന്റെ അതാ. ഖറാഫിന്റെ വാക്ക് ഉദ്ധരിച്ചിട്ട് ഇൻതഹ ഖാലൽ ഖറാഫി എന്നത് 44-ാമത്തെ പേജ്. അതിന്റെ ശേഷം 45-ൽ ഇൻതഹ ആരെ കലാം അവസാനിച്ചു? ഖറാഫിയുടെ. വഹാദ ലോഹിറുൻ എന്നത് സുംഹൂരിയുടെ കൗലാണ്. അല്ലതാ കൊടുക്കും, വായിക്കട്ടെ. വഹാദ ലോഹിർ എന്നുള്ളത് ആരെ കൗല നോക്ക്, പഠിപ്പിച്ചിട്ടേ എന്ന് എല്ലാത്തിനും വിടുള്ളൂ. വായിക്ക്. സുമുഹൂദി ഇമാമ ഖറാഫി ഇമാമിന്റെ കൗലെടുത്ത് ഉദ്ധരിച്ചിട്ട് ഇൻതഹാന് കഴിഞ്ഞില്ലേ? ഇൻതഹാന്നുള്ളത് പിന്നെ അവിടെ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ പിന്നെ തുടരാണ്ടെന്നല്ല, ഇനി കേട്ടോളി. ഈ ഖറാഫി ഇമാമിന്റെ അല്ല, അത് പറ. ഇൻതഹാന് കഴിഞ്ഞിട്ടാണോ വഹാദ ലോഹിർ എന്നുള്ളത്? ബുക്ക് എന്നല്ല, ഖറാഫിന്റെ കൗല് കഴിഞ്ഞു. ആദാ ലോഹിറുൻ എന്നത് സുംഹൂദിയുടെ കൗലാണ്. ഖറാഫിക്ക് ഇതിൽ ഒരു യാതൊരു റോളും ഇല്ല. ഖറാഫിയെ വേറെ പറയാ. ഇത് വഹാദ ലോഹിറുൻ ആരെ കൗല്? അല്ല, വഹാദ ലോഹിറുൻ ആരുടെ കൗല നിങ്ങൾ പറയും? അല്ല, അത് സുമൂദി ഇമാമ്. അല്ലാഹു അക്ബർ. ആ സുംഹൂദി ഇമാമാണ് തീർച്ചയായും അതിന്റെ അവസാന ഭാഗത്ത് തിരുത്തിയത്. എന്ത്? അത് തിരുത്തിക്കൊണ്ട് പറഞ്ഞു, ഇത് ഞാൻ തിരുത്തിയിട്ടുണ്ട്, എന്റെ പേരിൽ അത് പറയരുത്. പിന്നെയും പറയാൻ പാടുണ്ടോ? ഞാനിപ്പോ നിങ്ങളെ പിന്നെ കൂട്ടത്തിൽ വന്നപ്പോ പല വിശ്വാസം ഉണ്ടായില്ലെന്നോ? നമ്മൾ തിരുത്തിയത് പിന്നെ ഇന്നിലേക്ക് ചേർക്കാൻ പാടുണ്ടോ? അതുകൊണ്ട് വഹാദ ലോഹിർ എന്നുള്ളത് സുംഹൂദിയുടെ കൗലാണ്. നിങ്ങൾ ഈ പറയുന്ന പൊട്ട് തെറ്റാണ്. എന്തുകൊണ്ട് എന്ന് പറയോ? എന്തുകൊണ്ടെന്ന് അറിയോ? ഒരു കിതാബിന്റെ തുടക്കത്തിൽ പറയാ, അയാളെ വാദം പറയാ, എന്നിട്ട് അയാൾ എന്നെ തുടക്കത്തിൽ ആ കിതാബ് തന്നെ അവിടെ തന്നെ തെറ്റ. ഇത് നിങ്ങളാണോ ഖറാഫി? ഇത് സുമൂദി അർത്ഥം വെക്കി വഖദ് അഖംതു. നിങ്ങൾ അർത്ഥം പറയും വഖദ് അഖംതു. നിങ്ങൾ അർത്ഥം ഒരു ഇമാം അങ്ങനെ തിരുത്തോ? അർത്ഥം പറയും, അതിലുള്ളതല്ലേ ആ വഖദ് അഖംതു. അർത്ഥം പറയും, അർത്ഥം പറയും. വഖദ് അഖംതു പറഞ്ഞാ ഇല്ല, അത് ആടാ നോക്കണം. എങ്ങനെ ചെയ്യില്ല, ഒരിക്കലും ചെയ്യില്ല, ആരും വെക്കൂല. നിങ്ങൾക്ക് പൂർണ്ണ സുരക്ഷിതത്വണ്ട്, ഒരിക്കലും വെക്കൂല. നിങ്ങൾ ചോദിക്കും, കുറച്ചുകൂടി മുന്നോട്ട്. ഞാൻ നിങ്ങളെ ആദരിച്ച് ബഹുമാനിച്ചാ ചോദിക്കുന്നു ഉസ്താദ്. നമ്മൾ ഇതിലൊരു വാശിയില്ല, ഒന്നുമില്ല. ഇവരെ ഈ വളണ്ടിയർമാരൊക്കെ നിങ്ങളെ സംരക്ഷണത്തിന് നിൽക്കുകയാണ്. കമാ കാലൽ അലവി ഇല്ല, അത് നിങ്ങളെ തോണ്ടിയതാ ഒരു സ്നേഹത്തിന്റെ പേരിൽ, അത്ര ഉണ്ടാവുള്ളൂ. നിങ്ങളൊന്ന് പറയുന്ന ഇപ്പൊ ഞാൻ നിങ്ങളെ കുറെ സ്നേഹമുണ്ട് ഉസ്താദേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അതാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് ഞാൻ ക്ഷമ ചോദിക്കും. നിങ്ങൾ വായിക്കും. ഞാനല്ലേ അയാളും പിന്നെ ആള് ഞാൻ ചോദിക്കണം. നമ്മളല്ലേ മൂപ്പരാള്. നിങ്ങൾ പറഞ്ഞു അതെ, മൂപ്പര അതിന് വാദിക്കണ്ട. നിങ്ങൾ ചോദിക്കി, വിഷയം ചോദിക്കും. മൗലരെ നിങ്ങൾ ചോദിക്കി, നിങ്ങൾ വായിക്കൂ ഉസ്താദേ, കിതാബ് വായിക്കും. വഖദ് അഖംതു വായിക്കും.
വഖദ് അഖംതു എന്നുള്ള ആ പേജ് വായിക്കും. വഹാദാ ളാഹിറുൻ അതല്ല, വഖദ് അഖംതു മുതലാ വായിക്കണ്ടേ. അത് ഞാൻ വായിച്ചില്ലേ, വഹാദാ ളാഹിറു എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ പറഞ്ഞ് ഒരു പണ്ഡിതൻ പറഞ്ഞു പിന്നെ തിരുത്തുമെന്നാണല്ലോ. തിരുത്തും സുന്നത്തമയത്തിന്റെ ആലിമ്യങ്ങളാവുമ്പോ തെറ്റ് ബോധ്യപ്പെട്ടു. അതല്ല, തിരുത്തിയത് വായിക്കി. ഞാൻ കാണിച്ചാ കിതാബല്ലേ നമ്മളെടുത്ത്. തങ്ങളവിടേക്ക് അത് വേറെ ഒന്നും ഉണ്ടല്ലോ. ഈ കിതാബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറെ ഇല്ലാത്ത സാധനമാണ്, ശരിക്കും ശ്രദ്ധിക്കേണ്ടതാണ്. അതാണ്. അപ്പോ ഇതൊന്നും ഉസ്താദെ നമ്മളൊരു വാശിക്ക് പറയുന്നതല്ല. ഇതിന്റെ ആദ്യം മുതൽ അവസാനം വരെ നോക്കിയിട്ടാണ് നമ്മൾ ഈ വിഷയം പറയുന്നത്. നമ്മളെ വിഷയത്തിൽ 51-ാമത്തെ പേജിൽ ഫൽ മഅന തൊട്ട് വായിച്ചാൽ മതി കേട്ടോ. അപ്പൊ നമ്മളെ വിഷയമൊക്കെ ശരിയാവും. നിങ്ങളൊന്ന് വായിച്ചോളൂ. അതിലുണ്ട് വഖദ് കുൻതു അഖംതു എന്നുണ്ട്. നിങ്ങളൊന്ന് വായിച്ചോളി. വളരെ സരളമായി വായിച്ചാൽ മതി. വഖദ് കുൻതു അഖംതു. അവിടെ വായിക്കേണ്ടത് ഫൽ മഅന. ലാസ്റ്റ് ഫൽ മഅന എന്ന് കണ്ടില്ലേ? ഫൽ മഅന വായിച്ചോളൂ. ഫൽ മഅന മൻ തഅല്ലഖത റൂഹിയഹു ഹത്താ തഖതഫ ഹിയ റൂഹിയ സ്വഹീഹത്തുൻ. അർത്ഥം പറഞ്ഞു പോവാ. ഫൽ മഅന അപ്പൊ പറഞ്ഞതിന്റെ ടോട്ടല് മൻ തഅല്ലഖത റൂഹിയഹു റസൂലുള്ളാഹിന്റെ റൂഹിയത്ത് ഒരാൾക്ക് ബോധ്യപ്പെട്ടാൽ ബന്ധപ്പെട്ടാൽ ഹത്താ തഖത അങ്ങനെ അയാൾ അത് വിശ്വസിച്ചു. ഫഹിയ റൂഹിയ സ്വഹീഹ, അത് സ്വഹീഹായ റൂഹിയത്താണ്, സ്വപ്നാണ്. ഈ പറഞ്ഞതനുസരിച്ച് മത്താമക്കാ ഫി നഫ്സിർ റായി, കാണുന്ന ആളുടെ പിന്നെ മനസ്സിൽ സംഭവിച്ചാൽ അന്നഹു റഅഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവൻ കണ്ടത് റസൂലുള്ളാഹിയാണെന്ന് പിന്നെ ബോധ്യപ്പെട്ടാൽ ഫഹുവ നിദാറത്തുൻ സവാഉൻ കാന. ഫഹുവ നിദാറത്തുൻ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്നെയാണ്. റസൂലയിൽ നിങ്ങൾ ഉണ്ടരുത്, ഞാനുണ്ടല്ലോ ഇവിടെ, നിങ്ങൾ അടങ്ങി അടങ്ങിക്കുക. ഫഹിയ നിദാറ, അത് റസൂലിൽ നിന്നുള്ള മുന്നറിയിപ്പാണ്. നമ്മൾ പറയുമ്പോ അത് ശരിക്കും അർത്ഥം വെച്ച് തന്നെ പോകണം. ഇപ്പൊ ഇന്നലെ ശബഹും ശിബുഹും തിരിയാത്ത പോലെ ആയിരുന്നു നമ്മളെ. നിങ്ങൾ വായിക്കി ശബഹും ശിബുഹും വെറുതെ അല്ല വായിക്കി. അത് നക്കൽ ചെയ്യപ്പെട്ട സിഫത്തിന്റെ മേലാണെങ്കിലും ശരി, അല്ല അല്ലെങ്കിലും ശരി. ഞാനായിരുന്നു ഇമാം സുബ്ഹൂദി, ഞാനായിരുന്നു അഖംതു ദഹ്റൻ, ഞാൻ ഒരുപാട് കാലമായിരുന്നു. അതൊന്നു ഭാവിക്കുന്നവരായിരുന്നു. അന്നഹാദാ ഇന്നമാ യകൂനു ഫീമാ ഇദാ റഅ തിൽക സൂറത ബിഐനിഹാ, ഈ പറഞ്ഞത് റസൂലുള്ളാഹിന്റെ രൂപം തന്നെ കണ്ടാലാണ് എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. വഇന്നമാ യഅലമു ബിദാലിക, ഇതുകൊണ്ട് മനസ്സിലാക്കപ്പെടാം. അതിനെ അറിയൽ ആരാണ്? ഇതുകൊണ്ട് അറിയാം. കണ്ട സ്വഹാബത്തിനെ ഇതുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പിന്നെ എന്നും ഞാൻ വിശ്വസിച്ചിരുന്നു. ഔ മൻ പിന്നെ റഫഅല്ലാഹു ലിദാലിക, അല്ലെങ്കിൽ ആ ഒരു ദർജയ്ക്ക് പണ്ഡിതന്മാർക്ക് ഏത് തിരിയുള്ളൂ എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. പിന്നെ ഓമിൻ വൈരിഹിം അതല്ലാത്തവരും സുമ്മ തറൽതു, പിന്നെ എനിക്ക് ബോധ്യമായി. സുമ്മ തറൽതു, ഞാൻ എന്നെ ഇത്റാലാക്കി, തിരുത്തി അലാ നഫ്സി, എന്റെ നഫ്സിനെ ഞാൻ ഇത്റാലാക്കി. അതന്നെ ഞാൻ വിശ്വസിച്ച കാര്യത്തിന് ഞാൻ ഇത്റാലാക്കി. എന്നിട്ട് ഈ പറഞ്ഞത് ഇന്നമാ യകൂനു അതാവും. ലൗകാനത്ത് റാഇ ബസറിയതൻ, ലൗകാനത്ത് റആനി എന്നത് ബസറിയതൻ, കണ്ണുകൊണ്ടുള്ള കാഴ്ചയാണെങ്കിലാണ് എന്നതാണ്. അതുകൊണ്ട് ഞാൻ തിരുത്തുന്നു. വഇന്നമാ കാന വഇന്നമാ ഹിയ ഹുൽമിയ, അത് സ്വപ്നം തന്നെയാണ്. അതുകൊണ്ട് അവിടെ ആ ഷർത്ത് വരൂല. ഞാൻ നേരത്തെ മനസ്സിലാക്കിയത് തിരുത്തുന്നു എന്ന് ഇമാം സുംഹൂദി പറഞ്ഞല്ലോ. ഇനി പിന്നെന്തിനാ നമ്മൾ സുംഹൂദി ഇമാമിനെ ഇതിൽ പറയുന്നത്? ഇനി ഞാൻ പറയുന്നത് സാവധാനം പറഞ്ഞോളൂ. ഞങ്ങൾ സാവധാനം തന്നെയല്ലേ കേൾക്കണം. അതേ സുംഹൂദി ഇമാമേ ഇതിന്റെ തൊട്ട് മുന്നേ പറയുന്നിട്ട് മൂപ്പരല്ല, ഇത് പറഞ്ഞത് മൂപ്പരനല്ലേ? ഇത് പറഞ്ഞത് എന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞത് കേൾക്കി. അങ്ങനെ വരാൻ ഞാൻ പറഞ്ഞു. അല്ല, ഇതിലുള്ളതല്ല, കിതാബിലുള്ളതല്ലത്. ഞാൻ പറഞ്ഞത് ഇത് ഈ കിതാബിൽ ഇമാമിന്റെ കൗലും അല്ല, അതൊരു ചർച്ചയായി കൊണ്ടുവന്നു. പിന്നെ മൂപ്പര് കാര്യം പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എന്താ കുഴപ്പം? അല്ല, മൂപ്പര് ഇത് അങ്ങനെ
അല്ല ഇത് ആരാ പറഞ്ഞു? പിന്നെ ഞാൻ തിരുത്തി എന്നുള്ളത് ആരാ പറഞ്ഞു? അത് സുമൂദ് ഇമാം അങ്ങനെ പറഞ്ഞാലും അങ്ങനെ സുമൂദ് ഇമാം പറഞ്ഞു ഞാൻ തിരുത്തിന്ന്. പിന്നെ നമ്മൾ എന്തിനാ അതിന്റെ ബാക്കിൽ പോകുന്നത്? അതെങ്ങനെ ഒരാളെ കിതാബിൽ അയാളെ നിലപാട് ചെയ്തല്ലേ? അല്ല അത് രണ്ട് നിലപാടല്ലേ? രണ്ട് നിലപാട് കിതാബിലുള്ളതല്ലേ ഉസ്താദേ? അല്ല അതങ്ങനെ അല്ല കിതാബിലോ ഇല്ലേ? കിതാബിലുണ്ടെങ്കിൽ അത് തിരുത്തിന്നായില്ലേ? അല്ല അത് ചർച്ച. അതല്ല തിരുത്തി എന്ന് പറഞ്ഞാൽ തിരുത്തി തന്നെയല്ലേ? തിരുത്തി പറഞ്ഞാൽ തിരുത്തിയിട്ടില്ല. നിങ്ങൾക്ക് സമ്മതിക്കാൻ പ്രയാസമുണ്ട് നിങ്ങൾക്കറിയാം. പക്ഷെ എല്ലാവർക്കും ഉസ്താദെ അത് ബോധ്യപ്പെട്ടു. ഹബീബായ നിങ്ങൾക്കും അല്ലാഹു തആല ഹിദായത്ത് നൽകട്ടെ. ഇനി ഞാൻ പറയുന്നത് കേൾക്ക്. നിങ്ങൾക്ക് ഇത്ര അവസരം ഞാൻ കണ്ടല്ലോ. നിങ്ങൾ അവിടെ ഇരിക്കും, ഞാൻ പറയാം, എന്നിട്ട് നിങ്ങൾക്ക് തരും, എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ തരാം. ഇല്ല പറഞ്ഞോളൂ, ഒറ്റ വാക്കാടി പറഞ്ഞോളൂ. ഞാൻ പറയാം ഒരു വാക്ക് നിർത്തണം എന്നറിയില്ല. അതൊന്നുമില്ല, നിങ്ങൾ പറയും. നിങ്ങൾക്ക് ഞാൻ പൂർണ്ണ സ്വാതന്ത്ര്യം. ലോകത്ത് ആദ്യമായിട്ട് സ്റ്റേജിൽ വരെ ചോദ്യകർത്താവിനെ കയറ്റിയ ടീമാ ഞങ്ങൾ. പിന്നെ ഞങ്ങൾ എന്താ നിങ്ങൾ ധൈര്യമായിട്ട് എന്തിനാ ഈ പുളിമ കേട്ടിന് വർത്തമാനം പറയുന്നത്? ഇല്ല നിങ്ങൾ അവിടെ സ്റ്റേജിൽ ചോദ്യകർത്താവോ? 1 മിനിറ്റ് 2 സെക്കൻഡ് കൊടുത്തു വിട്ടോ. ആദ്യം എത്ര സമയം ഉപരി ചോദിച്ചു? നിങ്ങൾ പറയാനുള്ള ഒന്നും വേറെ ചർച്ച ചെയ്യാറുണ്ടോ? ആ പറഞ്ഞോളൂ. എന്താ പറയാ? എന്താ വെറുതെ ഇട്ടതാണ്. ഒറ്റ ഒന്നും കൂടി പറഞ്ഞോളൂ. വിഷയത്തേക്ക് വരാം. അതായത് പറഞ്ഞോളൂ. നിങ്ങൾ തന്നെ ഞാൻ ചോദിക്കട്ടെ. അതല്ല ഈ സുംഹൂദ് ഇമാമിന് തീരുമാനാക്കണം. പറയുന്നത് അതിന് മുമ്പ് തിരുത്തിന്ന് അതിലില്ലേ? തിരുത്തിയുണ്ട്. ഞാൻ കഴിഞ്ഞില്ലേ? പറയട്ടെ. നീ എന്താ പറയാ? മൂപ്പര് തിരുത്തി. എന്താ പറയാനുള്ളതാണ് പറയേണ്ടത്? മൂപ്പര് തിരുത്തി. നീ എന്താ ഉള്ളത്? ഞാൻ പറയട്ടെ. പറയും. അപ്പോൾ കേൾക്കോ? ഓ കേൾക്കും. പറയും. തിരുത്തിയാല് പിന്നെ ഉണ്ടെന്ന് അറിയാം. പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നം കണ്ട അത് ബോധ്യപ്പെടണം എന്നുള്ളത് നിങ്ങൾ പറഞ്ഞോ? നിങ്ങൾ പറഞ്ഞോ ബോധ്യപ്പെടണം? ഈ വിഷയം സുംഹൂദ് ഇമാമിനെ കുറിച്ച് പറഞ്ഞല്ലോ. അത് ബോധ്യപ്പെടാൻ എന്താ പറഞ്ഞത് മനസ്സിലാക്കി തരാം. അല്ല സുംഹൂദ് ഇമാമിനെ ആ കിതാബിന്റെ ലാസ്റ്റ് വരെ വായിക്കണം. അല്ലാതെ അതിൽ വായിച്ചോളി. കിതാബ് വായിച്ചോളി. കിതാബ് മുഴുവൻ ഇവിടെ ഉത്തർന്ന് മുത്താല ചെയ്യാൻ പറ്റും. അല്ല തിരുത്തിന്ന് പൈലില്ലേ? അല്ല അതിന്റെ ലാസ്റ്റ് കൺക്ലൂഡ് തിരുത്തി എന്നതില്ലേ? ഒന്നാമത് വിഷയം എന്താ അറിയോ? അത് ഒരുപാട് ചർച്ചകൾ ചെയ്തു. അതാണ് ഞാൻ പറഞ്ഞത് കൂട്ടുകാരാ. ആ ഇനി ഞാൻ പറഞ്ഞു കേട്ടോളൂ. സമയം തന്നല്ലോ. ഞാൻ സമയം തന്നു. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ പറഞ്ഞു കേൾക്കി. ഞാൻ തരാം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കാണലുമായി ബന്ധപ്പെട്ട് പല ചർച്ചകളും ആ കിതാബിൽ നടത്തി. അതിൽ ഖറാഫി ഇമാമിന്റെ അടക്കം കൊണ്ടുവന്നു വിശദീകരിച്ചു. അതിന്റെ ലാസ്റ്റ് മൂപ്പര് പറഞ്ഞു, അതിന്റെ ഫൈനലായിട്ട് പറഞ്ഞു എന്ത്? അതുകൊണ്ട് തന്നെ ഞാനും അങ്ങനെ ഒരുപാട് കാലം വിശ്വസിച്ചിരുന്നു. അത് ഞാൻ തിരുത്തി. എന്നിട്ട് മൂപ്പര് ഉറപ്പിച്ചു പറഞ്ഞു, ഒരാൾ സ്വപ്നം കാണുന്നു, ആ കാണുന്നത് ഹബീബായ തങ്ങളാണെന്ന് ഉറക്കത്തിൽ തന്നെ മനസ്സിലാവുന്നു. എന്നാൽ അത് ആര് തന്നെയാണ്? സ്വദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. വളരെ വ്യക്തം. നിങ്ങൾക്ക് വല്ലതും ചോദിക്കാണ്ടെങ്കിൽ വ്യക്തതയോടുകൂടി വേറെ വിഷയം ചോദിക്കും. ക്ലിയർ ആണ്.